ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എയർപോർട്ട് റിക്രൂട്ട്മെന്റ് ആണ്. എയർപോർട്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പോസ്റ്റ് ഇതിനകത്ത് 1747 പോസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ട നിങ്ങളുടെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 12th-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഗ്രാജുവേറ്റിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ 10th 12th പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഗ്രാജുവേറ്റും ചോദിക്കുന്നുണ്ട്. അത് 10th 12th ഗ്രാജുവേറ്റ്. നിങ്ങളുടെ ഏജ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഏജ് ഇതുമായിട്ട് മാച്ച് ആകുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രാജുവേറ്റിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വേക്കൻസി എന്ന് പറയുന്നത് എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട്, ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ട്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട്, ലോഡറുടെ വേക്കൻസി ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25 ജനുവരി, ഈ മാസം 25-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. IGI ഉഡാൻ സർവീസ് റിക്രൂട്ട്മെന്റ് 25-26. ഇപ്പൊ എയർലൈൻസിന്റെ പേര് IGI ഉഡാൻ സർവീസ് എന്നാണ്. IGI ഉഡാൻ സർവീസ് റിക്രൂട്ട്മെന്റ് 20, 25, 26. മിനിമം ഏജ് നിങ്ങളുടെ 18 വയസ്സായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിലിനും ഫീമെയിലിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. മാക്സിമം ഏജ് നിങ്ങൾക്ക് 35 ഏജ് ആയിരിക്കണം. ഇത് മെയിലിനും ഫീമെയിലിനും നിങ്ങൾക്ക് ഒരുപോലുള്ള ഒരു വയസ്സിന്റെ അതിനകത്ത് വ്യത്യാസം വരുന്നില്ല. അപ്പം IGI ഉഡാൻ സർവീസ് റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ അപ്ലൈ സ്റ്റാർട്ട് ഡേറ്റ് 30 ഡിസംബറിന് ഇത് തുടങ്ങി. ഓൺലൈൻ അപ്ലൈ ലാസ്റ്റ് ഡേറ്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 25 ജനുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ് ആർ അഡ്വൈസ്ഡ് ടു കൺഫേം ഫ്രം ദ IGI ഉഡാൻ സർവീസ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വെബ്സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ ആ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടോ, നിങ്ങളുടെ എക്സാമിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. വളരെ നല്ല ഒരു എയർലൈൻസ് ആണ്. നമ്മൾ IGI ഉഡാൻ സർവീസിന്റെ ആ ഒരു വെബ്സൈറ്റിൽ വന്നിരിക്കുകയാണ്, അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുകയാണെന്ന്. ഇതിന്റെ ലിങ്ക് ഞാൻ തന്നേക്കാം. ഞാൻ പറയുന്നത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ ഓൺലൈനിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയി ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഡൗൺലോഡിൽ പോയി നിങ്ങൾ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. IGI ഉഡാൻ സർവീസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ 9311856643 ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ കൂടുതൽ ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോൺ ചെയ്ത് ചോദിക്കാം. അതുകൂടാതെ ഇവരുടെ ഇമെയിൽ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇമെയിൽ തന്നിട്ടുണ്ട്. ഇമെയിലിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇവിടെ ഇമെയിൽ ID info@IGIudanservices.com എന്നാണ്. അവരുടെ വെബ്സൈറ്റും തന്നിട്ടുണ്ട്. വെബ്സൈറ്റ് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോകാം. ഇവിടെ പറയുന്നുണ്ട് അഡ്വൈസേറ്റ് മെമ്പർ 02 എക്സ്റ്റൻഡഡ് ഓൺലൈൻ എക്സാം IGI 2025-26. ഇവര് ആദ്യം സെപ്റ്റംബറിൽ ഈ നോട്ടിഫിക്കേഷൻ തന്നതാണ്. പക്ഷേ അവർക്ക് ആള് കിട്ടിയില്ലോ തികഞ്ഞില്ലോ എന്തോ ഇവര് എക്സ്റ്റൻഡാ പറയുന്നത്. 2 അഡ്വൈസേറ്റ്മെന്റ് നമ്പർ 2 എന്നാണ് ഇവിടെ പറയുന്നത്. എക്സ്റ്റൻഡ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഇവരുടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നമ്പർ 1 സീരിയൽ നമ്പർ 1 ഉണ്ട്, പ്രൊഫൈൽ നെയിം ഉണ്ട്, സാലറി റേഞ്ച് അപ്രോക്സിമേറ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നമ്പർ ഓഫ് സീറ്റ് ഉണ്ട്. ആദ്യം തന്നെ ക്യാബിൻ ക്രൂവിന്റെ വേക്കൻസിയാണ്. ഫീമെയിലിനും മെയിലിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 25,000 തൊട്ട് 1,00,000 രൂപ വരെ നിങ്ങൾക്ക് സാലറി കിട്ടും. ഇന്റർമീഡിയറ്റ് 10+2 മാത്രം പാസ്സായിരുന്നാൽ മതി. 256 വേക്കൻസി ഉണ്ട്. എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 13,000 തൊട്ട് 32,000 രൂപ നിങ്ങൾക്ക് സാലറി കിട്ടും. അതായത് ഇതിന് നിങ്ങൾ 12ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. 639 പോസ്റ്റ് ഉണ്ട്. ടിക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ബുക്കിംഗ് ക്ലർക്ക് ഇതിന്റെ 10,000 തൊട്ട് 60,000 വരെ നിങ്ങൾക്ക് ശമ്പളമുണ്ട്. ഇന്റർമീഡിയറ്റ് 10+2 ഇതിനും വേണം. ഇതിന് 414 വേക്കൻസി ഉണ്ട്. എയർപോർട്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഇനി ഞാൻ പറയാൻ പോകുന്ന 2 നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം പാസ്സായവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. എയർപോർട്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ ഉണ്ട് 12,000 തൊട്ട് 22,000 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളം. ഹൈസ്കൂൾ 10th ക്ലാസ് പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 227 പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട് ലോഡറിന്റെ വേക്കൻസി ഉണ്ട്. 12,000 തൊട്ട് 22 സെയിം സാലറിയാണ്. ഹൈസ്കൂൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായാൽ മതി. 211 വേക്കൻസി ഉണ്ട്. അങ്ങനെയാണ് 1747 വേക്കൻസി ഇവിടെ പറയുന്ന ടോട്ടല്. ഇവിടെ നിങ്ങൾ നോക്കണം ഇമ്പോർട്ടന്റ് പോയിന്റ് ഓഫ് എക്സാമിനേഷൻ. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 30 ഡിസംബർ 2025 ഇവിടെ പറയുന്നുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 25 ജാനുവരി 2026. ഡൗൺലോഡിംഗ് അഡ്മിറ്റ് കാർഡ് വഴി കാൻഡിഡേറ്റ് ഫോം
IGUS വെബ്സൈറ്റ്, നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് മെയിൽ എന്ന് പറയുന്നത് വരത്തില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഞാൻ തരുന്ന ഈ വെബ്സൈറ്റിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവർ പറയുന്ന ഈ ഡേറ്റ് കഴിയുമ്പോൾ തൊട്ട്, ഇപ്പൊ 25 ജനുവരി കഴിയുമ്പോൾ തൊട്ട് ഇവരുടെ ആ വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങൾ നോക്കണം. അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ എക്സാമിനേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു എക്സാമിനേഷൻ ഉണ്ട്, ഓൺലൈൻ എക്സാമിനേഷന്. നമ്മുടെ കേരളത്തിലെ സെൻട്രലിലാണ് ആ എക്സാം നടക്കുന്നത്. പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് വിത്ത് MCQ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ 90 മിനിറ്റ് ആണ്. 1.5 നിങ്ങൾക്ക് 1.5 ഹവേഴ്സിൽ നിങ്ങൾക്ക് 90 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യണം. ടൈമിംഗ് ഓഫ് examination will be annexed. Declaration of result will be announced later on website. Application procedure ഇവിടെ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ത്രൂ ഓൺലൈൻ മോഡ് ഓൺലി. ഓൺലൈൻ മോഡിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ് മസ്റ്റ് കെയർഫുള്ളി റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഇൻക്ലൂഡിംഗ് ഹൗ ടു ഫിൽ അപ്പ് ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ നല്ലത് കണക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി, നിങ്ങളുടെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. 150 രൂപയാണെങ്കിൽ 150 രൂപയ്ക്ക് 150 രൂപ ഉണ്ടാക്കണം. ആ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല കണക്ക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നല്ല കണക്ക് ഈ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നല്ല കണക്ക് പഠിച്ചേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാ ഫില്ല് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. അത് പിന്നെ നിങ്ങൾ ഇത് ഇന്റർവ്യൂവിന് അല്ലെ ഓൺലൈൻ ടെസ്റ്റിന് ചെല്ലുമ്പോഴോ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴോ ഒക്കെ അതിന്റെ ആവശ്യം വരും. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ ഈ ഫോം ഒക്കെ വേണം. കോപ്പി ഓഫ് ബോർഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഓഫ് കാൻഡിഡേറ്റ് നെയിം, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് കോപ്പി ഓഫ് ബോർഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതിനകത്ത് നിങ്ങളുടെ ഫാദറിന്റെയും മദറിന്റെയും ഡേറ്റ് ഓഫ് ബർത്തും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, നിങ്ങളുടെ ഐഡന്റിറ്റി ഏതാണ് കൊടുക്കേണ്ടത്. പാസ്പോർട്ട് കൊടുക്കുക, റേഷൻ കാർഡ് കൊടുക്കുക, ആധാർ കാർഡ് നമ്പർ കൊടുക്കുക, വോട്ടർ ID കാർഡ് നമ്പർ കൊടുക്കുക, അതർ ഗവൺമെന്റ് ID നിങ്ങൾക്ക് കൊടുക്കാം. സെൽഫ് ഡിക്ലറേഷൻ മോണിറ്ററി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ, അതായത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. റിസൾട്ട് എവൈറ്റഡ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ, നിങ്ങൾ റിസൾട്ട് ഇത് എവൈറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന്റെ ആ ഒരു ഇത് സർട്ടിഫിക്കറ്റ്, എവൈറ്റഡ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ അതിനുള്ള ഒരു പ്രൂഫ് ഇവർക്ക് സമർപ്പിച്ചാൽ മതി. ബാക്കി ഇൻസെഷൻ ഓഫ് ഫില്ലിംഗ് ആപ്ലിക്കേഷൻ ഫോം ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ ഫീസ് ഇവിടെ പറയുന്നുണ്ട്. ആഫ്റ്റർ സബ്മിറ്റിംഗ് ദ ആപ്ലിക്കേഷൻ ഫോം യു ആർ നൗ റെഡി ടു പേ ദ എക്സാമിനേഷൻ ഫീസ്. ക്ലിക്ക് ഓൺ ദ പേ ആൻഡ് സബ്മിറ്റ് ലിങ്ക് ടു പേ ദ ഫീസ് ഇൻ ദ മോഡ് ഓഫ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ യു. നിങ്ങളുടെ ഞാൻ പറഞ്ഞു ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള. അപ്പൊ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ആദ്യം ഫോം ഫില്ല് ചെയ്യുക, അത് കഴിഞ്ഞ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഏജ് 18 തൊട്ട് 35 പറഞ്ഞെങ്കിലും ചില കാര്യങ്ങളിൽ ഇവിടെ വ്യത്യാസമുണ്ട്. പോസ്റ്റിന്റെ അനുസരിച്ച് ആ ഒരു വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ക്യാബിൻ സ്ക്രൂവിന്റെ നിങ്ങൾക്ക് 18 തൊട്ട് 27 വയസ്സ് വരെയാണ്. എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ നിങ്ങൾക്ക് 32 വയസ്സ് വരെ, 18 തൊട്ട് 32 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ടിക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് നിങ്ങൾക്ക് 18 തൊട്ട് 35 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ് ലോഡറിന്റെ വേക്കൻസിക്ക് നിങ്ങൾക്ക് 18 തൊട്ട് 32 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഡേറ്റ് കണക്കാക്കേണ്ടത് 25 ജനുവരി 2026 ആണ് കണക്കാക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ പരീക്ഷയുടെ സിലബസ് തന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷിന്റെ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, സയൻസ് ആൻഡ് അവിയേഷൻ നോളേജ് ഉണ്ട്, സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കണം. ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ ഫ്ലിപ്കാർട്ട്സിൽ പോയാൽ മതി. ഫ്ലിപ്കാർട്ട്സിൽ പോയാൽ അവിയേഷൻ ഫീൽഡിന്റെ ബുക്കെന്ന് നിങ്ങൾ അടിച്ചു കൊടുത്ത ആ ബുക്ക് കിട്ടും. ആ ബുക്ക് നിങ്ങൾ വായിക്കുക. സമയമായി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ഫോമിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ആദ്യം ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യണം. ഇവിടെ നിങ്ങൾ അപ്ലൈഡ് ഫോർ, ഇവിടെ പോസ്റ്റ് വരുന്നുണ്ട്, ക്യാബിൻ സ്ക്രൂവിന്റെ വരുന്നുണ്ട്, എയർപോർട്ട് വരുന്നുണ്ട്, എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ വരുന്നുണ്ട്, ടിക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, ലോഡർ ഉണ്ട്. നിങ്ങൾ ഏതാണ്? ഞാൻ ലോഡറാണ്, എനിക്ക് 10ാം ക്ലാസ്സേ ഉള്ളൂ, ഞാൻ ലോഡർ എടുത്ത്. ഇവിടെ ചോയ്സ് ഓഫ് എക്സാം മോഡ്, എക്സാം മോഡ് എന്തായിരിക്കണം? നമുക്ക് ഓൺലൈനാണ്, അതുകൊണ്ട് ഓൺലൈൻ എടുക്കുക. ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക,
ഇവിടെ ഫാദേഴ്സിനെയും കൊടുക്കുക, ഇവിടെ മദേഴ്സിനെയും കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഫാദേഴ്സിനെയും മദേഴ്സിനെയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഒരുപോലെ ആയിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാകും. ഇവിടെ മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ ഏത് കാസ്റ്റിൽപ്പെട്ടവരാണെന്നാണ് ചോദിക്കുന്നത്, ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെന്നാണ് ചോദിക്കുന്നത്. ജനറലുണ്ട്, EWS ഉണ്ട്, OBC ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്. അത് ഏതാണ്? ഞാൻ ST ആണ്, അതെടുത്ത് നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇവിടെ അൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ വേറെ ഏതെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ഈ മൊബൈൽ നമ്പർ കൂടാതെ വേറെ ഏതെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ടൈപ്പ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ ഇവിടെ ഏതാണ് നിങ്ങൾ ടൈപ്പ് ഓഫ് ഐഡന്റിഫിക്കേഷൻ കൊടുക്കുന്നത്, അത് ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാം ടൈമിലും ഇന്റർവ്യൂ ടൈമിലും നിങ്ങൾക്ക് അത് കാണിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ പാസ്പോർട്ട് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, വോട്ടർ ID ഉണ്ട്, അതർ ഗവൺമെന്റ് ID എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ എടുക്കുക. ഇതെന്റെ അഡ്രസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് ഇവിടെ നിങ്ങൾ ഫുൾ അഡ്രസ് ഇവിടെ എഴുതണം. അപ്പൊ ഇവിടെ അഡ്രസ്, നിങ്ങളുടെ ഫുൾ അഡ്രസ് ഇവിടെ എഴുതണം. നിങ്ങളുടെ കൺട്രി ഏതാണെന്ന് വെച്ചാൽ ഇവിടെ എടുക്കണം. ഞാൻ ഇന്ത്യ എടുത്ത് സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്യണം. നമ്മുടെ കേരളം വരും, ആ കേരളം എടുക്കണം. നിങ്ങൾ കെയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴത്തെ ഈ കെയിൽ വരും. കർണാടക വന്ന് അടുത്ത നമ്മുടെ കേരള. ഇവിടെ നിങ്ങളുടെ സിറ്റി ഏതാ? എൻ്റെ ആലപ്പുഴയാണ്, ഞാൻ ആലപ്പുഴ എടുത്ത് ഇവിടെ എൻ്റെ പിൻകോഡ് വന്ന് ഇത് കണക്ക് നിങ്ങൾ പിൻകോഡ് ഇവിടെ അടിക്കുക. നിങ്ങളുടെ ടോട്ടൽ 10th ഒപ്റ്റനേഡും നിങ്ങൾ 10th ടോട്ടൽ ഒപ്റ്റനേഡാന്ന് പറയുന്നത്. ഇവിടെ ടോട്ടൽ മാർക്ക് നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കണം, 12th മാർക്ക് കൊടുക്കണം. നിങ്ങൾ ഗ്രാജുവേഷൻ, ഇതേ ഞാൻ പറഞ്ഞ ഗ്രാജുവേറ്റുകാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാമെന്ന്. ഗ്രാജുവേഷന്റെ ഇവിടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഗ്രാജുവേറ്റിന്റെ നിങ്ങൾ അതുണ്ടെങ്കിൽ അത് എഴുതണം. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഇവിടെ ഹെയർ വെയിലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ എന്നിട്ട് ഇത്രയും ചെയ്ത് നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കണം, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, എന്തെങ്കിലും ഇതിനകത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ നിങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പേ ആൻഡ് സബ്മിറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. വളരെ നല്ല വേക്കൻസിയാണ്, ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് ജോബ് ലൊക്കേഷൻ കേരളത്തിലുണ്ട്. അതുകൂടാതെ നമുക്ക് ഓൺലൈൻ എക്സാമും കേരളത്തിൽ തന്നെ അതിന്റെ സെന്റർ ഉണ്ട്. അപ്പം വളരെ നല്ല വേക്കൻസിയാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.